Hello, Namaskaram. ഞാൻ ഹർഷ and welcome back to our channel Lifestyle Beats with Harsha. ഇന്നത്തെ വീഡിയോ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആണ്. നമ്മൾ എല്ലാവരും മേക്കപ്പ് ട്യൂട്ടോറിയൽസ് കാണുമ്പോൾ ഫൗണ്ടേഷൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക, ഫൗണ്ടേഷൻ അങ്ങനെ ബ്ലെൻഡ് ചെയ്യുക, ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്യാന്ന് കേൾക്കുന്നുണ്ട്. പക്ഷെ ഫൗണ്ടേഷൻ എങ്ങനെയാണ് ബ്ലെൻഡ് ചെയ്യേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ബ്ലെൻഡ് ചെയ്യേണ്ടത്, ആൻഡ് ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്യാനുള്ള ടൂൾസ് എന്തൊക്കെയാണ് നമുക്കറിയാം. നമുക്ക് ഫിംഗേഴ്സ് വെച്ചിട്ട് ചെയ്യാം, ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ചെയ്യാം, ആൻഡ് നമുക്ക് മേക്കപ്പ് ബ്രഷ് വെച്ചിട്ടും ചെയ്യാം. ഇത് മൂന്നും വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഫൗണ്ടേഷൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം. പക്ഷെ ഫൗണ്ടേഷൻ എങ്ങനെ അപ്ലൈ ചെയ്യണം, അതിന് മുന്നേ ഉള്ള സ്റ്റെപ്സ് എങ്ങനെയാണ്, ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ അതേ സമയം നിങ്ങൾ നമുക്ക് നേരെ വീഡിയോ കണ്ടു നോക്കാം. നമ്മുടെ മേക്കപ്പ് നല്ല ഫ്ലോലെസ് ആവണമെങ്കിൽ നമ്മുടെ സ്കിൻ കെയർ റുട്ടീനും അത്ര നല്ലതായിരിക്കണം. അതായത് നമ്മുടെ സ്കിന്നിനെ കെയർ ചെയ്താൽ നമ്മൾ ഇടുന്ന മേക്കപ്പിന് അത്ര എഫക്റ്റ് വരുള്ളൂ. അപ്പം നിങ്ങൾ മേക്കപ്പ് ഇടുന്നതിന് മുന്നേ എന്തായാലും ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തിരിക്കണം. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ സ്കിൻ കെയർ റൊട്ടീനും നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കണം. മേക്കപ്പ് ഇടുന്നതിന് മുന്നേ തന്നെ ആദ്യമേ നന്നായിട്ടൊന്ന് ഫേസ് ക്ലെൻസ് ചെയ്യുക. എന്താണോ നിങ്ങൾ ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട് എടുക്കുന്നത് അത് വെച്ചിട്ട് നന്നായിട്ട് ക്ലെൻസ് ചെയ്തിട്ട് നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നല്ലൊരു മോയ്സ്ചറൈസർ ഇടാം. ഞാൻ യൂസ് ചെയ്യുന്നത് ഗുഡ് വൈബ്സിൻ്റെ ഒരു കോക്കനട്ട് ക്രീമാണ്. അത് കുറച്ചെടുത്തിട്ട് ഇങ്ങനെ ഡോട്ട് ആയിട്ട് മുഖത്ത് വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഫേസിൽ ഫുള്ളും അപ്ലൈ ചെയ്യാനായിട്ട്. മോയ്സ്ചറൈസർ ഇടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇടുന്ന മേക്കപ്പ്, അതായത് നമ്മളിടുന്ന ബേസ് മേക്കപ്പ് നല്ല സ്മൂത്ത് ആയിരിക്കും. അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ പാച്ചി ആയിട്ട് ഇരിക്കില്ല. അപ്പം മോയ്സ്ചറൈസർ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റെപ്പ് നമ്മുടെ വരേണ്ടത് പ്രൈമറാണ്. പ്രൈമർ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. നമ്മുടെ മേക്കപ്പിൻ്റെ ഒരു ശരിക്കും ഒരു ബേസ് എന്ന് പറയുന്നത് തന്നെ പ്രൈമറാണ്. പ്രൈമർ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഓപ്പൺ പോർസ് ഒക്കെ നന്നായിട്ട് ബ്ലർ ഔട്ട് ആവും. നമ്മൾക്ക് എല്ലാവർക്കും ഓപ്പൺ പോർസ് ഉണ്ടാവും. അത് നമ്മുടെ സ്കിന്നിൻ്റെ ഒരു നാച്ചുറൽ കാര്യമാണ്. അപ്പോൾ ആ ഒരു പോർസ്, നമ്മുടെ ഓപ്പൺ പോർസിലോട്ട് നമ്മൾ മേക്കപ്പ് ഇടുമ്പോൾ, നമ്മൾ ആ കുഴിയിലോട്ട് മേക്കപ്പ് നമ്മൾ ഫൗണ്ടേഷൻ ഫില്ല് ചെയ്യുമ്പോൾ അത് ഭയങ്കര വൃത്തികേടാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് പ്ലെയിൻ ആയി കഴിഞ്ഞാൽ അതിൻ്റെ മേളിൽ നമ്മൾ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് ഫ്ലോലെസ് ആയിട്ടിരിക്കും. അപ്പോൾ ആ മേക്കപ്പ് നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർബ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൈമർ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ കുറച്ച് പ്രൈമർ എടുത്തിട്ട് ജസ്റ്റ് എനിക്ക് എൻ്റെ ടീ സോൺസിൽ, അതായത് എനിക്ക് ഓയിലി എവിടെയാണോ ആവുന്നത് അവിടെ ഞാൻ കുറച്ചിടും. ആൻഡ് എനിക്ക് എവിടെയാണോ ഓപ്പൺ പോർസ് ഉള്ളത്, അതായത് ഈ ഭാഗത്തായിട്ടാണ് കുറച്ച് പോർസ് ഓപ്പൺ ആയി, അതും ഈ കുറച്ചൊരു സമയം മുന്നേ ആണ് അങ്ങനെ ആയതും. അപ്പോൾ അവിടെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഒന്ന് ഡാബിങ് മോഷനിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പ്രൈമർ ഇട്ടില്ലെങ്കിൽ നമ്മുടെ മേക്കപ്പ് ഒട്ടും ലോങ് ലാസ്റ്റ് ചെയ്യില്ല. അപ്പോൾ പ്രൈമർ ഇടണം, അതാണ് ഒരു മസ്റ്റ്. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ പ്രൈമർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആലോവേറ ജെല്ല് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ആലോവേറ ജെല്ലും ഒരു നല്ലൊരു പ്രൈമറായിട്ട് ആക്ട് ചെയ്യാറുണ്ട്. ഇനി നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. ഫൗണ്ടേഷൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് എടുക്കുക. ആൻഡ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിന് ചേരുന്ന കളറായിട്ട് എടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ മാച്ചിങ് ഷെയ്ഡ് കിട്ടുന്നില്ലെങ്കിൽ ഒരു ലൈറ്റ് കളർ ഫൗണ്ടേഷൻ ആൻഡ് കുറച്ചൊരു നിങ്ങളുടെ സ്കിൻ ടോൺ ഡാർക്ക് ഷെയ്ഡ് എടുത്തിട്ട് രണ്ടും കൂടി മിക്സ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാക്റ്റ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ഷെയ്ഡ് കിട്ടും. ഞാൻ ഇന്ന് എടുക്കുന്ന ഫൗണ്ടേഷൻ സ്റ്റേ കോക്കിയുടെ ഈ ഒരു ലിക്വിഡ് ഫൗണ്ടേഷൻ ആണ്. ഇതിലെൻ്റെ ഷെയ്ഡ് സീക്രട്ട് സാൻഡ് ആണ്. ഇത് നല്ലൊരു പമ്പിലാണ് വരുന്നത്, അതുകൊണ്ട് നമുക്ക് നല്ല കൺവീനിയൻ്റ് ആണ് എടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഒരു 2 പമ്പ് മതിയാവും നമുക്ക്. ഇതൊരു എന്താ പറയുക, കുറച്ചൊരു ലിക്വിഡി കൺസിസ്റ്റൻസി ആണ് ഇതിൻ്റേത്. ഇതൊരു ലൈറ്റ് ടു മീഡിയം കവറേജ് ആണ്, ബട്ട് ബിൽഡബിൾ ആണ്. അപ്പം നമുക്ക് ഒരു ലെയർ ഇട്ട് ആൻഡ് സെക്കൻഡ് ലെയർ ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി കവറേജ് ആക്കി എടുക്കാം. അപ്പം ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് കയ്യിലൊന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വാമപ്പ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കണം.
ഞാനിപ്പോൾ ഒരു സൈഡിൽ നിങ്ങൾക്ക് ഫിംഗേഴ്സ് വെച്ചിട്ട് ചെയ്ത് കാണിക്കാം, മറുവശത്ത് ഞാൻ ബ്ലെൻഡർ വെച്ചിട്ട് ചെയ്ത് കാണിക്കാം. നമ്മൾ കൈ വെച്ചിട്ട് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഒരിക്കലും ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ഒട്ട് ഉരയ്ക്കരുത്. ജസ്റ്റ് മെല്ലെ മെല്ലെ ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. ഒരു നാച്ചുറൽ ഫിനിഷ് വേണമെങ്കിൽ നമ്മൾ എപ്പോഴും ഫിംഗേഴ്സ് വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇപ്പം ഞാൻ എടുത്തേക്കുന്ന ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു ലൈറ്റ് കവറേജ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷനാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒരു ലെയറും കൂടി ഇട്ടിട്ട് ബിൽഡപ്പ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് നമ്മുടെ ഫേഷ്യൽ ഹെയർസിനെ വലിയ രീതിയിൽ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ വേണം നമ്മൾ എപ്പോഴും ഫൗണ്ടേഷൻ കൈ വെച്ചിട്ടെന്നല്ല, ഇപ്പം നമ്മൾ ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണം. ഇതിപ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. കൈ വെച്ചിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു നാച്ചുറൽ ഫിനിഷാണ് കിട്ടുക. അതായത് നമ്മൾ ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ട്, പക്ഷെ എന്നാൽ അത് ഭയങ്കരമായിട്ട് പുട്ടി അടിച്ചതുപോലെ തോന്നത്തുമില്ല. അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഒരു മിനിമം കവറേജ് മതിയെങ്കിൽ നിങ്ങൾ കൈ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ട് എൻ്റെ മേളിൽ നിങ്ങൾ എന്താണ് കൺസീലറോ കോമ്പാക്റ്റോ ആണ് ഇടുന്നെങ്കിൽ അതിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നത് കംപ്ലീറ്റ് ആവും. ഇനി മറുവശത്ത് നമുക്ക് ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട്, അതായത് നമ്മുടെ ആ സ്പോഞ്ച് വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒരു പമ്പ് ഫൗണ്ടേഷൻ്റെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും ഇങ്ങനെ ഡോട്ടായിട്ട് ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ ബ്യൂട്ടി സ്പോഞ്ച്, ഇതാണ് നമ്മുടെ ബ്യൂട്ടി സ്പഞ്ച് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ആദ്യമേ വെറ്റ് ചെയ്യുക. ഫുള്ളി ഒരു മഗ് വെള്ളം എടുക്കുക, അതിലോട്ട് നന്നായിട്ട് ഇതിനെ മുക്കുക. എന്നിട്ട് എക്സസ് ആയിട്ടുള്ള വെള്ളം നമ്മളിങ്ങനെ നന്നായിട്ട് ഇപ്പോഴും വേണമെങ്കിൽ വെള്ളം ചാടുന്നുണ്ട്, നന്നായിട്ട് ഇതിനെ സ്ക്വീസ് ചെയ്തിട്ട് നന്നായിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ കളയാം. എന്നിട്ട് ഇപ്പം ഇങ്ങനത്തെ ഒരു ബ്യൂട്ടി ബ്ലെൻഡറാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ഇതിൻ്റെ ഈ ബോട്ടം ഭാഗം വെച്ചിട്ട് വേണം നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാനായിട്ട്. ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഒരിക്കലും ഇങ്ങനെ ഡ്രാഗിങ് മോഷനിൽ നമ്മൾ ചെയ്യരുത്, ഡാബിങ് മോഷനിൽ വേണം ചെയ്യാനായിട്ട്. നമ്മൾ ഡാബിങ് മോഷനിൽ ശരിക്കും ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എവിടെ പോയെന്നും കൂടി അറിയില്ല. അത്രയ്ക്കും നല്ല രസമായിട്ടാണ് ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നമുക്ക് ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇതിൻ്റെ ഈ ഒരു ടിപ്പുണ്ടല്ലോ, ഈ ഒരു ടിപ്പ് വെച്ചിട്ട് നമുക്ക് കണ്ണിൻ്റെ ഇവിടെയൊക്കെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും, നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ആൻഡ് നോസിൻ്റെ ഈ കോർണേഴ്സിൽ അപ്ലൈ ചെയ്യാൻ മറക്കരുത്, ചിന്നിൻ്റെ ഈ ഭാഗത്ത് അപ്ലൈ ചെയ്യാൻ മറക്കരുത്, ഒബ്വിയസ്ലി നെക്ക് മറക്കരുത്, ചെവികൾ മറക്കരുത്. കാരണം ഇതൊക്കെ നമ്മൾ വിട്ടുപോകുന്ന കാര്യങ്ങളാണ്, പക്ഷെ അതൊരിക്കലും വിട്ടുപോകരുത്. ഫേസ് മാത്രമല്ല, നമ്മുടെ നെക്കും ഫേസും രണ്ടും ഒരേ കളറായിരിക്കണം, ഇല്ലെങ്കിൽ വേറെ വേറെ കളറായിരിക്കും. ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്യുന്നതിൻ്റെ ഗുണങ്ങളും ഉണ്ട്, അതിൻ്റെ ദോഷങ്ങളും ഉണ്ട്. ദോഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം ദാറ്റ് ഇത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന്. ഇന്നിപ്പം ഞാൻ ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്തിട്ട് ഞാൻ അങ്ങനെ തന്നെ ഇത് വെക്കില്ല. ഞാനിത് സോപ്പ്, അതായത് നമ്മുടെ ഷാംപൂ വെള്ളത്തിൽ ഇതിനെ നന്നായിട്ട് ഇതിനൊന്ന് കുളിപ്പിച്ചെടുക്കും. എന്നിട്ട് ഇതിനെ നന്നായിട്ട് ഡ്രൈ ഔട്ട് ആക്കാൻ വെക്കും. കാരണം എന്നാൽ ഇത് വെറ്റ് സ്പഞ്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വെറ്റ് സ്പഞ്ച് യൂസ് ചെയ്ത് കഴിഞ്ഞ് അങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ജേംസ് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അത് നമ്മൾ മുഖത്തോട്ട് ഇട്ട് കഴിയുമ്പോൾ ആ ഒരു ജേംസ് നമ്മുടെ ഫേസിൽ വരികയാണ്. അങ്ങനെ ആകുമ്പോൾ എന്താ, നമുക്ക് ബ്രേക്ക് ഔട്ട്സ് ഉണ്ടാവും. ബ്രേക്ക് ഔട്ട്സ് ഇല്ലാത്തവരുടെ വരെ, ഇപ്പം എനിക്ക് ബ്രേക്ക് ഔട്ട്സ് ഒന്നും അങ്ങനെ ഉണ്ടാവാറില്ല, പിമ്പിൾ പ്രോൺ അങ്ങനെ ഒന്നും ഉള്ള സ്കിൻ അല്ല എൻ്റേത്. ബട്ട് സ്റ്റിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാനായിട്ട് ഞാൻ നോക്കിയപ്പോൾ ഞാൻ എൻ്റെ ഫേസിൽ ഒരു യൂസ്ഡ് ആയിട്ടുള്ള ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് യൂസ് ചെയ്തു. ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ നെറ്റിയിലും മുഖത്തുമൊക്കെ ചെറിയ കുഞ്ഞു പിമ്പിൾസ് വന്നു. അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അതായത് ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് തന്നെ ക്ലീൻ ആക്കി വെക്കുക. അപ്പം ഇപ്പം രണ്ടിൻ്റെയും ഫിനിഷ് നോക്കുകയാണെങ്കിൽ ബ്യൂട്ടി ബ്ലെൻഡറിൻ്റെ ഫിനിഷാണ് കുറച്ചും കൂടി ഒരു കംപ്ലീറ്റ് ഫിനിഷ് വന്നേക്കുന്നത്. ഫിംഗേഴ്സ് വെച്ച് ചെയ്തേക്കുന്ന അത്ര ഫിനിഷ് അല്ല, ബട്ട് സ്റ്റിൽ രണ്ടും തന്നെ നമുക്ക് വർക്കാവും, വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട്. ഇനി നമുക്ക് ബ്രഷ് വെച്ചിട്ട് എങ്ങനെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യമേ നമ്മൾ ഫൗണ്ടേഷൻ കുറച്ചൊന്ന് ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്യാം. ഞാൻ ഫൗണ്ടേഷൻ ബ്രഷ് ആയത് കാരണം ഫുൾ ഫേസിൻ്റെ കാണിക്കുകയാണ് കേട്ടോ. അപ്പം മറ്റേത് ഞാൻ തുടച്ച് കളഞ്ഞ്
ഫൗണ്ടേഷൻ നമ്മൾ ഫേസിൽ ഫുള്ളും ഡോട്ട് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇങ്ങനത്തെ കുറച്ചൊരു ഡെൻസ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷൻ ബ്ലെൻഡിങ് ബ്രഷാണ് എടുക്കേണ്ടത്. ഇതെടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ താഴോട്ടായിട്ടും ആൻഡ് സർക്കുലർ മോഷൻസിൽ വേണം അപ്ലൈ ചെയ്യാനായിട്ട്. കാരണം നമ്മുടെ ഫേഷ്യൽ ഹെയർസ് എന്ന് പറയുന്നത് താഴോട്ടാണ്. നമ്മൾ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേഷ്യൽ ഹെയർസ് ഡിസ്റ്റർബ് ആവും. അതപ്പോൾ ഇങ്ങനെ വൃത്തികേടായിട്ടാണ് തോന്നുക. അപ്പം എപ്പോഴും ഇങ്ങനെ താഴോട്ട് ആക്കിയിട്ട് വേണം നമ്മൾ ബ്ലെൻഡ് ചെയ്യാനായിട്ട്. ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വേഗം ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. കുറേ ഏരിയ ഒരുമിച്ച് കവറാവും. നല്ലൊരു കവറേജ് കിട്ടും നമ്മൾ ബ്രഷ് വെച്ചിട്ട് ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ നമ്മുടെ 3 ടൂൾസും വെച്ചിട്ട് ഫൗണ്ടേഷൻ എങ്ങനെ എഫേർട്ട്ലെസ്ലി നമുക്ക് ബ്ലെൻഡ് ചെയ്യാമെന്ന് കണ്ടു. ഇതിൽ ഏറ്റവും നല്ലത് ബ്രഷ് തന്നെയാണ്. കാരണം ബ്രഷ് എന്ന് പറയുമ്പം നമുക്ക് നല്ലൊരു കവറേജ് കിട്ടും. അതല്ല നമ്മൾ ട്രാവലിങ്ങിലാണ്, നമുക്ക് വലിയ കാര്യമായിട്ടൊന്നും ബേസ് സെറ്റ് ചെയ്യേണ്ടെങ്കിൽ നമുക്ക് ഫിംഗേഴ്സ് യൂസ് ചെയ്യാം. അല്ല നിങ്ങൾ വീട്ടിലിരിക്കുകയാണ്, നിങ്ങൾക്ക് നല്ലൊരു ഫംഗ്ഷന് പോകണമെങ്കിൽ ഒരു മീഡിയം കവറേജ് ആണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്യാം. ബ്യൂട്ടി ബ്ലെൻഡറും ബ്രഷും യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഹൈജീൻ നന്നായിട്ട് നോക്കുക. ബ്രഷും ബ്ലെൻഡറും നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കുക, നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെക്കുക. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്നും യൂസ്ഫുൾ ആയെന്നും ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുത്തേക്കാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിന് വരെ എല്ലാവരും സ്റ്റേ ഹെൽത്തി, ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ്. ബൈ.